30 ദിവസം കൊണ്ട് കണ്ണുകളിലെ ആ തിളക്കവും പെൺകുട്ടികളെ ആകർഷിക്കുവാനുള്ള കഴിവും ആത്മവിശ്വാസത്തിലെ വർധനവും ഒക്കെ വീണ്ടെടുക്കാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ FIP ഇല്ലാതെ 30 ദിവസം എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിനെ പറ്റിയുള്ള മാർഗങ്ങളാണ് നാം കാണാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തെ 30 ദിവസത്തോളം വേണ്ട എന്ന് വയ്ക്കുന്നതും അത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നതും നോക്കാം. ആദ്യമൊക്കെ പേടിപ്പെടുത്തുന്ന ഒന്നായി തോന്നാം. എന്നാൽ ആ 30 ദിവസം കൊണ്ട് നാം നേടാൻ പോകുന്നത് ശരീരത്തിനും മനസ്സിനുമൊക്കെ കൂടുതൽ ഉണർവ് നൽകുന്ന മികച്ച മാറ്റങ്ങളായിരിക്കും എന്നത് തീർച്ചയാണ്. ഇനി ആ 30 ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം സംഭവിക്കാം എന്നതിലൂടെ നമുക്ക് കടന്നു പോകാം. ഒന്നാമത്തെ ദിവസം നിങ്ങൾ വളരെയധികം നല്ല രീതിയിലായിരിക്കും തുടങ്ങുക. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെപ്പറ്റി ചിന്തിച്ച് നിങ്ങൾ വളരെയധികം എനർജറ്റിക്കും എക്സൈറ്റഡുമായിരിക്കും. വളരെയധികം ആർജവത്തോടെ നിങ്ങൾ ദിവസം തുടങ്ങുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ അവസാനം ലഭിക്കാൻ പോകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് വളരെയധികം എക്സൈറ്റ്മെൻറ്റിലുമായിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പ്രേരണകളും തോന്നുന്നുണ്ടാവില്ല. നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഡിവൈസ് മാറ്റിവെച്ച് ലേറ്റ് നൈറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഒഴിവാക്കുക എന്ന ചിന്തകളായിരിക്കും. ഡേ 2 രണ്ടാമത്തെ ദിവസവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ആരംഭിക്കുക. രാവിലെ ഉണർന്ന ഉടനെ ദിവസം മുഴുവൻ ചെയ്യേണ്ട കാര്യങ്ങളിലൂടെ നിങ്ങളൊന്ന് കടന്നു പോകും. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നായിരിക്കും വരുന്നത് എന്ന ചിന്ത ഉണ്ടായി തുടങ്ങും. രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഉറങ്ങാൻ നേരം നിങ്ങളുടെ മനസ്സ് നിറയെ പ്രേരണകളായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ നിന്നും പല കാര്യങ്ങളും പതഞ്ഞ് പുറത്തേക്ക് വരുന്നതായി നിങ്ങൾക്ക് തോന്നും. ഉറക്കത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ മിസ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. വീഡിയോയിൽ മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ മോട്ടീവ്സ് മീഡിയ ഫാമിലിയുടെ സ്വന്തം ആപ്പായ ധ്വനിയിൽ പുതുതായി കൊണ്ടുവന്ന ഒരു ഫീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ പല കാറ്റഗറീസിൽ പെടുന്ന നിരവധി ഓഡിയോ ബുക്ക് ധ്വനി ആപ്പിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഒരു ചാറ്റ് ബോട്ട് തെറാപ്പിസ്റ്റിന്റെ സേവനം കൂടി ഇനി ധ്വനി ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാനസിക സമ്മർദ്ദം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ആങ്സൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ തെറാപ്പിസ്റ്റ് ഫംഗ്ഷനാലിറ്റി ഉപയോഗപ്പെടുത്താവുന്നതാണ്. പുറത്ത് 1000 മുതൽ 2000 രൂപ ഓരോ സിറ്റിങ്ങിനും മുടക്കി ഇതുപോലൊരു തെറാപ്പി എടുക്കുന്നതിനേക്കാൾ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലെ തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് പ്രാക്ടിക്കൽ അഡ്വൈസ് എടുക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ഫീച്ചർ പരമാവധി ഉപയോഗപ്പെടുത്തുക. കൂടാതെ അനവധി മോട്ടിവേഷണൽ ആൻഡ് സെൽഫ് ഹെൽപ്പ് ഓഡിയോ ബുക്ക് സമറീസും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഡേ 3 നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നു. എന്നാൽ നിങ്ങൾ വിത്ഡ്രോവൽ സിംറ്റംസ് ഫീൽ ചെയ്തു തുടങ്ങുന്നു. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയതായി നിങ്ങൾക്ക് തോന്നാം. നിങ്ങൾ ഇറിറ്റേറ്റഡും ഫ്രസ്ട്രേറ്റഡുമായി ഫീൽ ചെയ്യും. ഈ കാലയളവിലാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരികയും നിങ്ങൾ മറ്റുള്ളവരോട് കൂടുതൽ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. മൂന്നാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും ബ്രെയിനും ഡോപ്പിമെന്റ്സ് ലെവൽ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ തീവ്രമാകുന്നു. ഇവിടെയാണ് 99% ആളുകളും തോറ്റുപോകുന്നത്. സ്വന്തം അഡിക്ഷൻ മാറ്റുന്നതിന് വേണ്ടി സഹായിക്കുന്ന തരത്തിലുള്ള ശരിയായ ഒന്നിനെപ്പറ്റിയും അവർ അവരുടെ മനസ്സിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ ദിവസം കടന്നു പോകുന്നത് മുതൽ മനസ്സിനുള്ളിലെ പ്രേരണകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആദ്യത്തെ ആഴ്ചയിൽ ഏതാണ്ട് ഈ സാഹചര്യത്തിലായിരിക്കും നാം വെറ്റ് ഡ്രീംസും ഫ്രസ്ട്രേഷനും ആങ്സൈറ്റിയും ഉറക്കമില്ലായ്മയും തലവേദനയും ഒക്കെ അനുഭവിച്ചു തുടങ്ങുക. ഈ 30 ദിവസങ്ങളിൽ ഏറ്റവും കഠിനമായ സമയമായിരിക്കും ആദ്യത്തെ ആഴ്ച. ഈ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് നിങ്ങൾ ഒരാഴ്ച പിന്നിടുന്നതിലൂടെ ഈ ലോകത്തിലെ മറ്റുള്ള 99% ആളുകളെക്കാൾ ഒരു പടി മുന്നേ ആയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ ആഴ്ച കടന്നു പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആഴ്ച കുറച്ചുകൂടി എളുപ്പമുള്ളതായി തോന്നും. വേണ്ട എന്ന് വെച്ച കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളിൽ പ്രേരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ സ്വയം നിങ്ങളിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അതിയായ ആഗ്രഹങ്ങളും പ്രേരണകളും ഒക്കെ ഒതുങ്ങാൻ തുടങ്ങും. ഒന്നാമത്തെയും രണ്ടാമത്തെയും ആഴ്ചകളിൽ നിങ്ങൾ ഈ പ്രേരണകളെയൊക്കെ അതിജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ ആഴ്ചയിലേക്കുള്ള യാത്രയിലേക്ക് കടന്നു. മൂന്നാമത്തെ ആഴ്ചയിലാണ് യഥാർത്ഥ മാജിക് ആരംഭിക്കുന്നത്. നിങ്ങളുടെ ശരീരം അഡിക്ഷനെ അതിജീവിക്കുകയും നിങ്ങളുടെ ബ്രെയിൻ സാധാരണ നിലയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് പല ആളുകളും അവരുടെ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ മാറിയെന്നും ഇപ്പോൾ അവർക്ക് സാധാരണയായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുമൊക്കെ കമന്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ശരീരത്തിന് മറ്റുള്ള മാറ്റങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ ആങ്സൈറ്റി കുറയുന്നു, ബ്രെയിൻ ഫോഗ് കുറയുന്നു, ഫെറമോൺസും കോൺഫിഡൻസും വർദ്ധിക്കുന്നു തുടങ്ങിയവയൊക്കെയാണ് ചില ഉദാഹരണങ്ങൾ. നല്ല ഇണകളെ ആകർഷിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ശരീരം ആരോഗ്യകരമായ സിഗ്നൽസ് നൽകാൻ തുടങ്ങുന്നു. നിങ്ങളുടെ കണ്ണുകളുടെ തിളക്കം വർദ്ധിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രസന്നമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. എവിടെയാണ് നിങ്ങൾക്ക് അഡിക്ഷനിലേക്ക് വീണ്ടും വീണു പോകുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് വളരെയധികം നല്ലതായി തോന്നുന്ന സാഹചര്യമാണ് ചിലപ്പോൾ കൂടുതൽ അപകടകരമായി തീരുന്നത്.
ഒരുപാട് നല്ലതായി തോന്നുമ്പോൾ നാം സ്വയം റിവാർഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തെറ്റായി തോന്നുകയാണെങ്കിൽ നാം സ്വയം പണിഷ് ചെയ്യാറുമുണ്ട്. പെട്ടെന്നുള്ള ഈ ഉയർച്ച അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അഡിക്ഷനിലേക്കുള്ള അടുത്ത പടിയായിത്തീരും. നാം നമ്മുടെ ചിന്തകളിലും ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മോട് തന്നെ ആത്മാർത്ഥത പുലർത്തേണ്ടതായിട്ടുണ്ട്. കാരണം തെറ്റായ ഒരു നീക്കത്തിലൂടെ നാം നേടിയതൊക്കെയും വെള്ളത്തിലാവാൻ സാധ്യതയുണ്ട്. ആദ്യത്തെയും 30 ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന വളരെയധികം പ്രധാനപ്പെട്ട ഒരു കഴിവാണ് നമ്മുടെ മനസ്സിൻ്റെ തന്നെ ഉടമയാവാൻ നമുക്ക് സാധിക്കുക എന്നത്. 4-ാം ആഴ്ചയിൽ നിങ്ങൾക്ക് പുതിയ ചില മാജിക്കുകൾ ആരംഭിക്കുന്നതായി കാണാൻ സാധിക്കും. ആൻഡ്രൂ ഹബർമാൻ, അന്ന ലെംബെക് തുടങ്ങിയ ന്യൂറോ സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു അഡിക്ഷനിൽ നിന്നും തിരികെ കൊണ്ടുവരുന്ന പ്രക്രിയ 21-ാം ദിവസം അതിൻ്റെ പീക്കിലെത്തും എന്നുള്ളത്. അതിനുശേഷവും നമ്മുടെ ബ്രെയിൻ നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ സാധാരണ ജീവിതവും ചുറ്റുപാടുമായി നല്ല രീതിയിൽ യോജിച്ചു ചേരുന്നു. 4-ാമത്തെ ആഴ്ചയിൽ ഈ സമയത്താണ് പെൺകുട്ടികളിൽ നിന്നും കൂടുതൽ അട്രാക്ഷൻസും നോട്ടങ്ങളും ലഭിച്ചിട്ടുള്ളതായി പുരുഷന്മാർ പറയുന്നത്. ഇപ്പോഴാണ് അവർ കൂടുതൽ മികച്ചതും എനർജറ്റിക്കും പ്രസന്നവുമായി ഫീൽ ചെയ്യുന്നത്. ഈ കാലയളവിൽ അവരുടെ ബ്രെയിൻ ഫോഗ് പൂർണ്ണമായി മാറിയതും കൂടുതൽ മോട്ടിവേറ്റഡും സന്തുഷ്ടരും സഫലമായും ആത്മവിശ്വാസമുള്ളവരുമായി സ്വയം മാറിയതുമായി കൂടുതൽ പുരുഷന്മാരും അറിയിച്ചു. ഈ മാറ്റങ്ങളൊക്കെ അവരുടെ മസ്തിഷ്കം സാധാരണ നിലയിൽ ആയതിൻ്റെയും ആരോഗ്യകരമായ അളവിലുള്ള ഡോപ്പമിൻ, സെറോട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകളുടെ റിലീസും ഒക്കെ കാരണമാണ്. നമ്മുടെ ബ്രെയിൻ അതിൻ്റെ സാധാരണ ഡോപ്പമിൻ്റെ റീസെറ്റ് ലെവലിൽ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഒത്തിരി സന്തോഷം ലഭിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന് പെൺകുട്ടികളോട് സംസാരിക്കുമ്പോഴും ലക്ഷ്യങ്ങൾ നേടുമ്പോഴും ഒക്കെ ഉന്മാദം ലഭിക്കും. അങ്ങനെ നിങ്ങൾ 30 ദിവസങ്ങൾ ഇതുപോലെ തുടർച്ചയായി ചെയ്യുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്തതിന് ശേഷം ഇനി എന്താണ് ചെയ്യുക? വീണ്ടും പഴയതുപോലെ ആകും, അതോ ഇത് തന്നെ തുടരും? ഭൂരിഭാഗം ആളുകൾക്കും അവരുടെ ലക്ഷ്യത്തെപ്പറ്റി കൃത്യമായ ബോധമില്ലാത്തതുകൊണ്ട് തന്നെ അവർ വീണ്ടും പഴയ വഴികളിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കുന്നു. തിരിച്ചുവരവിൻ്റെയും വളർച്ചയുടെയും ഈ സമയത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത് ഇവിടെ കൊണ്ട് മാത്രം തീരുന്ന ഒന്നല്ല എന്നുള്ളത്. പോയിക്കൊണ്ടിരിക്കുന്ന പാതയിൽ നിന്നും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒന്നാണ് പരാജയം. എന്നാൽ യുവാക്കളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാക്കേണ്ട ലക്ഷ്യമാണ് ചീത്തശീലങ്ങൾ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി മാറ്റുക എന്നത്, ദുശീലങ്ങളെപ്പറ്റി എന്നേക്കുമായി മറക്കുക എന്നത്. ഈ 30 ദിവസത്തെ യാത്രക്കിടയിൽ ഭൂരിഭാഗം ആളുകളും നേരിടുന്ന പ്രശ്നങ്ങളും തടസ്സങ്ങളും എന്തൊക്കെയാണെന്ന് ഇനി കാണാം. നമ്പർ 1, ട്രിഗേഴ്സ്. നമ്മുടെ ഈ കാലത്ത് സോഷ്യൽ മീഡിയ എന്നത് വലിയ ഒരു പ്രേരകമാണ്. നമ്മുടെ അൽഗരിതംസ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കോണ്ടന്റ്സ് നമ്മുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടേയിരിക്കും. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, റെഡിറ്റ്, ട്വിറ്റർ ഇവയൊക്കെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്യുന്ന കോണ്ടന്റ്സ് നമ്മളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മളെ വീണ്ടും പഴയ രീതിയിലേക്കാക്കാൻ ഇവയ്ക്ക് സാധിക്കും. മിക്കവാറും ആളുകൾക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്തതും പലരും വീണു പോകുന്നതുമായ ഒരു കുരുക്കാണ്. വളരെയധികം ബോധത്തോടു കൂടി വേണം നാം നമ്മെ ഒത്തിരി പരീക്ഷിക്കുന്ന സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കേണ്ടത്. ഈ പ്രേരണകളെയൊക്കെ മറികടക്കുവാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഈ മുകളിൽ പറഞ്ഞ ആപ്പുകളിൽ നിന്നും കുറച്ച് അകലം പാലിക്കുക എന്നുള്ളത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ നമ്മുടെ ഫീഡ്സിൻ്റെ അൽഗരിതംസ് മാറ്റങ്ങൾ വരുത്തിയാലും ബിക്കിനി ഫോട്ടോസും തേഴ്സ്റ്റ് ട്രാപ്സും ഒക്കെ ഉപയോഗിച്ച് അവ നമ്മെ എപ്പോഴും കുരുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ആപ്പുകളിൽ നിന്നും അകലം പാലിക്കുകയാണെങ്കിൽ അത് തന്നെ നമ്മുടെ വിജയത്തിൻ്റെ ഒരു വലിയ പടിയായി തീരും. ഇത് പറയുമ്പോൾ വളരെയധികം എളുപ്പമുള്ളതായി തോന്നാം, എന്നാൽ ചെയ്യാൻ അത്രത്തോളം ബുദ്ധിമുട്ടുകളുമുണ്ട്. കാരണം നമ്മളെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാൻ കണക്കിന് ട്യൂൺ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഈ അൽഗരിതംസ്. ഇവിടെയാണ് നമ്മുടെ ഈ ശീലങ്ങൾക്ക് പകരം വായന അല്ലെങ്കിൽ ഒരു ബിസിനസ് നിർമ്മാണം, കൂട്ടുകാരോടൊത്ത് കുറച്ച് സമയം ചെലവഴിക്കുക, സ്പോർട്സിലും ഹോബീസിലുമൊക്കെ ശ്രദ്ധ ചെലുത്തുക തുടങ്ങിയ നല്ല ശീലങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്. നമ്മൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശക്തിയും നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഉള്ളിലെ ചീത്തശീലങ്ങൾ മാറ്റുക. അതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും ജീവിത വിജയം ഉണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.